ലോ അക്കാഡമിയിൽ എൻട്രൻസ് എഴുതി മെറിറ്റ് ലിസ്റ്റിൽ അഡ്മിഷൻ കിട്ടിയ ഞങ്ങളുടെ കുട്ടികളാണ്. ഞങ്ങൾ ആരുടെയും കൈകാല് പിടിച്ചിട്ടോ അല്ലെങ്കിൽ ആരുടെയും പാദസേവ ചെയ്ത് കാല് കഴുകി വെള്ളം കുടിച്ചിട്ടോ കിട്ടിയ അഡ്മിഷൻ അല്ല. നല്ലൊരു സഹൃദയത്വവും നല്ലൊരു സുഹൃത്ത് ബന്ധവും ലോ അക്കാഡമിയിട്ടുണ്ട് വർഷങ്ങളായിട്ട്. എൻ്റെ കുട്ടിയുടെ അച്ഛൻ ലോ അക്കാഡമിയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു, ലക്ഷ്മി മാഡത്തിൻ്റെ ക്ലാസ്മേറ്റുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിൽ ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട്, ഗവൺമെൻറ് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെച്ച് ഇവിടെ ജോയിൻ ചെയ്തു. അടുത്താണല്ലോ, സുഹൃത്തുക്കളാണല്ലോ, ഞങ്ങൾക്ക് ഫേവറബിൾ ഒന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ കുട്ടിക്ക് പൂർണ്ണ സംരക്ഷണം കിട്ടും എന്നാണ് ഞാൻ കരുതിയത്. കുട്ടി ചെന്ന ദിവസം തൊട്ട് അറ്റൻഡൻസിൻ്റെ പേരിൽ, പിന്നെ എൻ്റെ മകളൊന്ന് വീണിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ആ ഒരു വീഴ്ചയിൽ സ്പൈനലിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ +2 വരെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണ ജസ്റ്റ് ഒരു മരുന്ന് കഴിച്ച് അങ്ങ് പെയിൻ കില്ലർ കഴിച്ച് നിർത്താനേ പറ്റുള്ളൂ. ലോ കോളേജിൽ കയറിയപ്പോൾ കുറച്ചൊരു സാവകാശം കിട്ടുമല്ലോ, പ്രൊഫഷണൽ സ്റ്റഡീസ് ആണല്ലോ, സ്വസ്ഥമായി ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഒരാഴ്ച അവധി എടുത്തു. എൻ്റെ അമ്മ ഹോസ്പിറ്റലായി പോയി, അതിന് ഒരാഴ്ച അവധി എടുത്തു. ഇങ്ങനെ ഏകദേശം 2 ആഴ്ചത്തെ അവധി ഞങ്ങൾ എടുത്തിട്ടുണ്ട് ആദ്യത്തെ വർഷം. അതിൻ്റെ പേരിൽ എൻ്റെ മകളെ 3 വർഷം വരെ എല്ലാ വർഷവും അറ്റൻഡൻസ് കുറവ്, എല്ലാ സെമിസ്റ്ററിനും അറ്റൻഡൻസ് കുറവ്, കണ്ടോണേഷൻ, അവസാനം ഇൻറ്റേർണൽ മാർക്ക് കുറവ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുട്ടിയെ ഇയർ ഔട്ട് ആക്കും. നിന്നെ ഇയർ ഔട്ട് ആക്കാൻ 1-ാം വർഷത്തിലേ ഞാൻ വിചാരിച്ചു. ജോയിൻ ചെയ്ത ഉടനെ ഒരാളെ ഇയർ ഔട്ട് ആക്കും എന്ന് പറയാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരു അധ്യാപികയ്ക്ക് പറ്റുമോ? ഇവരൊരു പ്രിൻസിപ്പളാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്, മീഡിയ വർക്കറാണ്. ഇവർ ഇത്രയും LLM ഒക്കെ എടുത്തിട്ട് ഇത്രയും ഡിഗ്രി ഹോൾഡർ ആയിട്ടുള്ള ഒരു അധ്യാപികയും ഇപ്പോൾ പ്രിൻസിപ്പൽ സ്ഥാനത്തിരിക്കുന്നതും അധികാരിയും ഒരു സ്ഥാപനത്തിൻ്റെ ഫുൾ ഡയറക്ഷനിൽ മാനേജ്മെൻറ്റിൻ്റെ ഫുൾ സപ്പോർട്ടോട് കൂടിയിരിക്കുന്ന വളരെ വിശാല മനസ്കനും വളരെ വിദ്യുൽ പ്രഭയുള്ളതും, അതുമാത്രമല്ല സമൂഹത്തിനെ ഒരു കാലഘട്ടത്തിൽ അടക്കി ഭരിച്ചിരുന്ന ശ്രീമാൻ നാരായണൻ നായർ സാറിൻ്റെ മകളാണ്. അങ്ങനെ ഈ ലോകത്തിന് മുഴുവനും വളരെ കാര്യമായി ആർക്കും വിട്ടുവീഴ്ചയോടുകൂടി അഡ്മിഷനും കൊടുത്ത് പഠിപ്പിച്ചിരുന്ന നാരായണൻ നായരുടെ മകളെ ഇത്രയും ചീപ്പായിട്ട്, ഇത്രയും തേർഡ് റൈറ്റായിട്ട്, സ്വന്തം ഭർത്താവിനെ കാലണയ്ക്ക് വകവയ്ക്കാതെ ഇത്തരത്തിൽ, ബോബി സാർ ഇവിടുത്തെ അധ്യാപകനാണ്, അവർക്ക് വയ്യെങ്കിൽ ബോബി സാറിനെ ഏൽപ്പിക്കണം. ഞാനിപ്പോൾ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഒറ്റ കാര്യമായിരിക്കും, എന്നെ എങ്ങനെ ചാടണമെന്ന് നീ പഠിപ്പിക്കേണ്ടെന്ന് പറയും. കാരണം എൻ്റെ മകളോട് പറഞ്ഞിരുന്നു, മകൾ ഒരു വാ തുറന്ന് സംസാരിക്കാൻ ശേഷിയില്ലാത്തൊരു കുട്ടിയാണ്. അത്യാവശ്യം എന്തെങ്കിലും ഒരു 10 പ്രാവശ്യം ചോദിച്ചാലാണ് ഒരു ആൻസർ പറയുന്നത്. ആവശ്യമില്ലാത്ത ഒരു പ്രശ്നത്തിന് പോകാം, അല്ലെങ്കിൽ ഒന്നുകിൽ സമരം ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടിയായിരിക്കണം, അല്ലെങ്കിൽ ക്ലാസ്സിൽ അനാവശ്യമായി ഇടപെടുന്ന കുട്ടിയായിരിക്കണം. ഇതൊന്നുമില്ല. കൃത്യമായിട്ട് 6 മാസം വരുമ്പോൾ 60 ദിവസത്തെ അറ്റൻഡൻസ് എങ്കിലും കൊടുക്കേണ്ട കുട്ടിക്ക്, 6 മാസത്തിൽ 10 ദിവസം വെച്ചെങ്കിലും അറ്റൻഡൻസ് കിട്ടേണ്ട കുട്ടിക്ക് അറ്റൻഡൻസ് 40 ദിവസത്തെ അറ്റൻഡൻസേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അല്ലെങ്കിൽ 25 ദിവസത്തെ അറ്റൻഡൻസേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മുഴുവൻ മത്തങ്ങ എടുത്ത് ചോറിൽ ഇങ്ങനെ വെക്കുന്ന പോലെയായിപ്പോൾ. ഇതൊരു കുട്ടികളെ ഇയർ ഔട്ട് ആക്കിയിട്ട് വീണ്ടും വീണ്ടും പള്ള വീർപ്പിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ പണസഞ്ചി വീർപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മാൽ പ്രാക്ടീസായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അധ്യാപിക ഇവിടെ തുടരുന്നതിൽ ഞങ്ങൾക്കാർക്കും യോജിപ്പില്ല, ഞങ്ങളുടെ ഒരു പാരൻസിന് യോജിപ്പില്ല. ഇന്നലെ പലരും എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞു. എൻ്റെ മകള്, മാഡം എനിക്ക് ഒപ്പിട്ട് തരണം, പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് 2-ാം വർഷം തൊട്ട്, 2-ാമത്തെ വർഷം, ആദ്യത്തെ വർഷം പോട്ടെ നമുക്കറിയില്ല, 2-ാമത്തെ വർഷത്തിലെ 2 സെമിസ്റ്റർ, 3-ാമത്തെ വർഷത്തിലെ 2 സെമിസ്റ്റർ, ഈ എല്ലാ സെമിസ്റ്ററുകൾക്കും ചെന്ന് മാഡത്തിൻ്റെ വീട്ടിൽ ചെന്ന് കാവൽ കിടക്കുകയാണ്. 2-3 ദിവസവും ക്വാർട്ടേഴ്സിൽ ചെന്ന് കാവൽ കിടക്കുകയാണ്. ഓഫീസിൽ നിൽക്കുമ്പോൾ ഇവർ ഞങ്ങളെ കാണാൻ അനുവദിക്കാറില്ല. കാവലിൽ നിന്ന് വെയിലത്ത് പട്ടിണി നിന്ന് ഞാനും എൻ്റെ മകളും രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് 3 മണി വരെ, വൈകിട്ട് 5 മണി വരെ 2 ദിവസം കാവലിൽ നിന്നപ്പോൾ ഓരോ ദിവസം ഉച്ചയ്ക്ക് വന്നിട്ട് പറയും, ഇവിടെ നിൽക്കേണ്ട, ഇവിടെ എന്തിനാണ് നിൽക്കുന്നത്, ഞാൻ അഡ്മിഷൻ തരത്തില്ല. അത് കഴിഞ്ഞിട്ട് കുട്ടി നേരിട്ട് പോയി ചെന്ന് റൂമിൽ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, തന്ത വന്ന് എന്നെ കാല് പിടിച്ചു, അതുകൊണ്ട് ഞാൻ തരുന്നു. ആദ്യം തന്തയ്ക്ക് 2 തെറി പറയുക, അത് കഴിഞ്ഞിട്ട് തള്ളയ്ക്ക് 2 തെറി പറയുക. ഈ തന്തയും തള്ളയും എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നെങ്കിൽ നാരായണൻ നായരെ ഏത് രൂപത്തിൽ കാണുന്നു എന്നുള്ളത് ആദ്യം. ശ്രീമാൻ നാരായണൻ നായർ ഇവരുടെ അച്ഛനാണ്. തന്തയ്ക്ക് പറഞ്ഞിട്ടേ ഇവർ സംസാരിക്കുകയുള്ളൂ. തന്തയുടെ മുമ്പേ തന്നെ കാല് മേശപ്പുറത്ത് കയറ്റി വെച്ചിരുന്നാണ് സംസാരിക്കുന്നത്. ഈ സംസ്കാരം ഉൾക്കൊണ്ട ഒരു സ്ത്രീ ഈ ബഹുമാന്യരായ ജനങ്ങളെയോ ഈ കുട്ടികളെയോ ആരെയും അംഗീകരിക്കുന്നില്ല. അവർക്ക് മാന്യമായ ഒരു സ്ത്രീയുടെ യാതൊരു വിധമായ ഗുണങ്ങളും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഈ കുട്ടികളെ പരസ്പരം ഭിന്നിപ്പിച്ച് ഇവരുടെ മക്കളോ അല്ലെങ്കിൽ മരുമകളാകാൻ പോകുന്ന ലവേഴ്സിനെയൊക്കെ സ്വതന്ത്രമായി അഴിച്ചുവിടുകയും സമാന്തരമായിട്ട് കുട്ടികളോട് കൂടെ നിൽക്കുന്ന കുട്ടികളെ വേർതിരിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കുട്ടികളെ പരസ്പരം ഭിന്നിപ്പിക്കുക, ഏതെങ്കിലും പ്രശ്നങ്ങൾ, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെ ഇയർ ഔട്ട് ആക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവരെ മാനസികമായി പീഡിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മാഡത്തിന് എതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം.
ഞങ്ങൾക്കുള്ള ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ്. കാരണം ഇത്തരണത്തിൽ പോയി കഴിഞ്ഞാൽ ഈ സമൂഹത്തിലേക്ക് ഇവർ ദുർഭഗ സന്തതികളായി മാറപ്പെടും. ഞങ്ങൾ നല്ല കുട്ടികളെയാണ് പഠിക്കാൻ വിടുന്നത്. ആ കുട്ടികൾ മാനസികമായി പീഡനം അനുഭവിച്ച് മരുന്നും കഴിച്ച് കൗൺസിലിങ്ങും ചെയ്ത് തളർന്ന് വീണ് കിടക്കുന്ന അവസ്ഥ. പട്ടിണിയായിട്ട് 10 ദിവസം കൊണ്ട് ഈ തെരുവിൽ പെൺകുട്ടികളെ ആൺകുട്ടികളെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഇവർക്ക് സാമാന്യ ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഈ പെൺകുട്ടികളെ ആൺകുട്ടികളെ അടച്ചാക്ഷേപിക്കുമോ? ഇവർ ഈ സൃഷ്ടികർത്താവിനെ ആദ്യം വിളിച്ചിട്ട് അടുത്തത് ഈ കുട്ടികളെക്കുറിച്ച് വളരെ മോശമായിട്ട്. എന്തായാലും മാഡത്തിനെ പോലെ ശരീരഭാഗം മുഴുവനും കാണിച്ചും കൊണ്ട് ടി വിയിൽ നിറഞ്ഞ് ഇവിടുത്തെ കുട്ടികൾ നിൽക്കുന്നില്ല.